ചൊവ്വാഗ്രഹത്തിൽ ഒരു കോളനി സ്ഥാപിച്ച് അടുത്ത 20 വർഷത്തിനുള്ളിൽ 10 ലക്ഷം മനുഷ്യരെ അങ്ങോട്ടേക്ക് എത്തിക്കുക. ലോകത്തിലെ പണികളെല്ലാം ചെയ്യാൻ ഒരു റോബോട്ടിനെ ഉണ്ടാക്കുക. ഇങ്ങനെ മസ്കിന്റെ നിരവധിയായ സ്വപ്നങ്ങൾ നമ്മൾ കേട്ടതാണ്. അത്തരം വ്യത്യസ്തമായ ആശയങ്ങൾക്ക് ആരാധകരും ഏറെയാണ്. ഇപ്പോഴിതാ ഭൂമിക്ക് കുട പിടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ആശാൻ. ലക്ഷ്യം ആഗോളതാപനം കുറയ്ക്കുകയാണ്. സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നതിനെ നിയന്ത്രിക്കാൻ ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കാനാണ് മസ്കിന്റെ പദ്ധതി. അതും AI-യുടെ സഹായത്തോടെ. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതം മനുഷ്യരാശി നേരിടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ആഗോളതാപനം പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ലോകത്താകമാനം ഒട്ടേറെ പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും നടന്നു വരികയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഭൂമിക്ക് സാറ്റലൈറ്റ് കുട ചൂടാനുള്ള ആശയവുമായി മസ്ക് രംഗത്തെത്തുന്നത്. വൻതോതിൽ സോളാർ പവർ ഉപയോഗിക്കുന്ന AI നിയന്ത്രിത ഉപഗ്രഹ സമൂഹം സ്ഥാപിച്ചാൽ ഭൂമിയിലെത്തുന്ന സൗരവികിരണത്തിന്റെ അളവ് നിയന്ത്രിച്ച് ആഗോളതാപനത്തെ തടയാനാകുമെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത്. നവംബർ 3 എക്സിൽ കുറിച്ച പോസ്റ്റിലൂടെയായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഉപഗ്രഹ സമൂഹത്തിൽ ചെറിയൊരു ക്രമീകരണം നടത്തുന്നത് വഴി ഭൂമിയിൽ എന്തുമാത്രം സൗരോർജ്ജം എത്തുന്നു എന്നത് നിയന്ത്രിക്കാനാകുമെന്നും മസ്ക് വാദിക്കുന്നുണ്ട്. ഈ ഉപഗ്രഹങ്ങളിൽ റിഫ്ലക്റ്റീവ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശം സ്പേസിലേക്ക് തിരിച്ചയക്കും. AI-യുടെ സഹായത്തോടെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്താമെന്നും മസ്ക് പറയുന്നുണ്ട്. സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് പ്രൊജക്ടിന്റെ തുടർച്ചയാണോ ഈ ആശയമെന്ന സംശയങ്ങളും അതിനിടെ ഉയർന്നിട്ടുണ്ട്. സൗരവികിരണ നിയന്ത്രണം അഥവാ സോളാർ റേഡിയേഷൻ മാനേജ്മെന്റ് എന്ന ജിയോ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ശാസ്ത്രലോകം വർഷങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ സൾഫർ കണികകൾ തളിച്ചോ ബഹിരാകാശത്ത് ഭീമൻ കണ്ണാടികൾ വിന്യസിച്ചോ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക എന്നതാണ് ആശയം. സൂര്യന്റെ കിരണങ്ങളെ നിയന്ത്രിച്ച് ഭൂമിക്ക് തണുപ്പ് പകരുക എന്നതാണ് പദ്ധതി. എന്നാൽ ഇതുവരെ ഈ സാങ്കേതിക വിദ്യ ഒരു രാജ്യവും വലിയ തോതിൽ പരീക്ഷിച്ചിട്ടില്ല. അപകട സാധ്യതകൾ വളരെ കൂടുതലാണെന്നത് തന്നെയാണ് കാരണം. മസ്കിന്റെ പുതിയ നിർദ്ദേശം ഈ ജിയോ എഞ്ചിനീയറിംഗ് ആശയത്തിന്റെ AI നിയന്ത്രിത ബഹിരാകാശ പതിപ്പാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് കൂട്ടത്തിന് സമാനമായി ആയിരക്കണക്കിന് AI നിയന്ത്രിത സാറ്റലൈറ്റുകൾ ഭൂമിയുടെ ഓർബിറ്റിൽ വിന്യസിക്കണമെന്നാണ് മസ്ക് പറയുന്നത്. ആയിരക്കണക്കിന് സോളാർ പാനലുകളാൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങൾ, ഇവയിൽ ഓരോന്നിലും ചെറിയ കണ്ണാടികളോ ഷെയ്ഡുകളോ ഉണ്ടായിരിക്കും. AI-യുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇവയുടെ പ്രവർത്തനം. ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിന്റെ 2% സ്പേസിലേക്ക് തിരിച്ചയക്കും. ഫലമായി ഭൂമിയിലെത്തുന്ന സൗരവികിരണം കുറയുകയും ചെയ്യുമെന്നാണ് മസ്ക് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഏകപക്ഷീയമായി ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കുന്നത് അപകടമാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ $469 ബില്യൺ ആസ്തിയുള്ള മസ്കിന് പദ്ധതിയുടെ മുഴുവൻ ചെലവും ഒറ്റയ്ക്ക് വഹിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ഈ ആശയം വിഷം പോലെയാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. സോളാർ ജിയോ എഞ്ചിനീയറിംഗ് അപ്രവചനീയവും അപകടകരവുമാണെന്നാണ് മുന്നറിയിപ്പ്. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നതിനെ നിയന്ത്രിക്കുന്നത് ആഗോള കാലാവസ്ഥയെ അസ്ഥിരമാക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഭൂമിയിലെ ചിലയിടങ്ങളിൽ വരൾച്ചയും ചിലയിടങ്ങളിൽ അമിതമായ മഴയ്ക്കുമൊക്കെ ഇത് കാരണമാകുമെന്നും അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവന് ഭീഷണിയായേക്കാമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മസ്കിന്റെ പദ്ധതിയിലെ AI വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. മനുഷ്യർക്ക് എത്രമാത്രം സൂര്യപ്രകാശം ലഭിക്കണമെന്നത് AI തീരുമാനിക്കുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാന ചോദ്യം. ഈ സംവിധാനം സ്ഥാപിക്കപ്പെട്ടാൽ അതിന്റെ നിയന്ത്രണം ആരുടെയൊക്കെ കയ്യിലായിരിക്കും? ഏത് രാജ്യങ്ങൾക്ക് കൂടുതൽ സൂര്യപ്രകാശവും ഏതൊക്കെ പ്രദേശങ്ങൾക്ക് കുറവുമെന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഇത് ഭാവിയിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമാകില്ലേ എന്നൊക്കെയാണ് ഉയർന്ന പ്രധാന ആശങ്കകൾ.